ബാബയുടെ അടുക്കൽ വതനത്തിൽ ഭോഗുമായി എത്തിച്ചേർന്നു. ഇന്ന് വിശേഷിച്ച് ബാബയുടെ സ്മൃതി ദിവസവും സമൃദ്ധി ദിവസവുമാണ്. ഇന്നത്തെ ദിവസം ബാബയുടെ എല്ലാ കുട്ടികളും, എല്ലാ സെൻറ്റേഴ്സിലെ കുട്ടികളും, മുഴുവൻ വിശ്വത്തിലെ കുട്ടികളും വതനത്തിൽ കാണപ്പെടുന്നുണ്ടായിരുന്നു. ഇന്ന് വളരെ സുന്ദരമായ ഭോഗിൻ്റെ താലങ്ങളും വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരുടെ നേർക്കും ദൃഷ്ടി പതിപ്പിക്കുന്ന മുഴുവൻ വിശ്വത്തിലെ കുട്ടികളുടെ ഭാഗത്തേക്ക് ദൃഷ്ടി നൽകുന്ന ബാബയുടെ അവ്യക്ത ഫരിസ്ത രൂപം, സമ്പൂർണ്ണ രൂപം, നാലു ചുറ്റും വളരെയധികം പ്രകാശമയമായ രൂപം ആയിരുന്നു. ബാബ നയനങ്ങളിലൂടെയും ഹസ്തങ്ങളിലൂടെയും മുഖത്തിലൂടെയും വരദാന രൂപത്തിൽ ചിലതൊക്കെ കുട്ടികൾക്ക് നൽകുന്നുണ്ടായിരുന്നു. ബാബ പറഞ്ഞു, കുട്ടി, ഇന്ന് വിശേഷിച്ച് 4 ഭാഗത്തുമുള്ള കുട്ടികൾ അമൃതവേള മുതൽ തന്നെ ബാബയുടെ അടുത്ത് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. അവരവരുടെ ഓർമ്മകളുമായി വന്നിരിക്കുകയാണ്. ചിലർ തങ്ങളുടെ ദൗർബല്യങ്ങളും നൽകുന്നുണ്ടായിരുന്നു. ചില ആജ്ഞകളും നൽകുന്നുണ്ടായിരുന്നു. ബാബയിൽ നിന്നും ചിലത് ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു. ബാബ പറഞ്ഞു, ഇന്ന് വിശേഷിച്ച് ബാബയുടെ സ്മൃതി ദിവസമാണ്. ആ ദിവസം ബാബ വിശേഷിച്ച് കുട്ടികൾക്ക് ചിലതൊക്കെ ശക്തികളുടെ രൂപത്തിലും വരദാനങ്ങളുടെ രൂപത്തിലും ബാബ ഓരോ ബ്രാഹ്മണനായ കുട്ടിക്കും വിശ്വത്തിലെ എല്ലാ കുട്ടികളെയും മുന്നിൽ വെച്ചുകൊണ്ട് ബാബ എല്ലാവർക്കും ഏതെങ്കിലുമൊക്കെ ശക്തികളും വരദാനങ്ങളും മുത്തുകളുടെ രൂപത്തിൽ ഗുണങ്ങളും ബാബ എല്ലാവർക്കും നൽകുന്നു. ബാബ പറഞ്ഞു, ഏതുപോലെ ബാബ സമയമനുസരിച്ച് വിശേഷിച്ച് ഈ ജനുവരി മാസം അഥവാ അവ്യക്ത മാസം അഥവാ സമ്പൂർണം ആകുന്നതിനുള്ള മാസം ഫരിസ്തയായി വതനത്തിലേക്ക് പറക്കുന്നതിനുള്ള സമയമാണ്. ബാബ പറഞ്ഞു, ഇന്ന് വിശേഷിച്ച് ഓരോ ബ്രാഹ്മണനായ കുട്ടിക്കും തൻ്റെ ഹസ്തങ്ങളിലൂടെ, തൻ്റെ മുഖത്തിലൂടെ, തൻ്റെ നയനങ്ങളിലൂടെ ബാബ ഓരോ കുട്ടിക്കും ബാബ തീർച്ചയായും വരദാനങ്ങൾ നൽകും. കാരണം വിശേഷ ദിവസങ്ങളിൽ കുട്ടികൾക്ക് തീർച്ചയായും എന്തെങ്കിലുമൊക്കെ നൽകപ്പെടും. ബാബ വളരെ സ്നേഹത്തോടെ എല്ലാ ബ്രാഹ്മണരായ കുട്ടികളെയും, അവർ എവിടെയുള്ളവരായിരുന്നാലും, ഏത് കോണിൽ ഇരിക്കുന്നവരായാലും, ഏത് സ്ഥാനത്ത് ഇരിക്കുന്നവരായാലും, ഇന്ന് വിശേഷ ദിവസം ആയത് കാരണം ബാബ തൻ്റെ കുട്ടികളുടെ അടുക്കൽ വിശേഷ രൂപത്തിൽ ചുറ്റി സഞ്ചരിക്കുകയും ചെയ്യുന്നു. തൻ്റെ കുട്ടികളെ വതനത്തിലേക്ക് വിളിക്കുകയും ചെയ്യുന്നു. ബാബ പറഞ്ഞു, അതുകൊണ്ട് ബാബ വിശേഷ ദിവസത്തിൽ തൻ്റെ ആദ്യ രത്നങ്ങളെയും എമർജ് ചെയ്യുന്നു. അവരെയും എമർജ് ചെയ്ത് അവർക്ക് എന്തെങ്കിലുമൊക്കെ നൽകുന്നു. സ്ഥാപനയുടെ കാര്യത്തിൽ ബാബയുടെ ഒപ്പമാണ്, സഹായികളാണ്. ബാബ പറഞ്ഞു, അതിനാൽ ഇപ്പോൾ സ്ഥാപനയുടെ കാര്യം വളരെ വേഗതയോടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മുന്നോട്ട് പോവുക തന്നെ വേണം. ബ്രാഹ്മണ കുട്ടികളായ നിങ്ങളും വളരെ വേഗതയോടെ തൻ്റെ പുരുഷാർത്ഥത്തെ മുന്നോട്ട് കൊണ്ടുപോകണം. ഇന്ന് ബാബ ഓരോ ബ്രാഹ്മണനായ കുട്ടിക്കും എന്തെങ്കിലുമൊക്കെ ഓർമ്മകളുടെ സമ്മാനം എന്ന് പറയാം. അത് ശക്തികളുടെ രൂപത്തിലും ഗുണങ്ങളുടെ രൂപത്തിലും ബാബ നൽകുന്നതായി തോന്നി. പിന്നെ ബാബയുടെ മുന്നിൽ ഭോഗ് വെച്ചിട്ടുണ്ടായിരുന്നു. ബാബ വളരെ സ്നേഹത്തോടെ ദൃഷ്ടി പതിപ്പിച്ചുകൊണ്ട്, ശക്തി നിറച്ചുകൊണ്ട് ബാബ ഭോഗ് സ്വീകരിച്ചു. ബാബ പറഞ്ഞു, ഇന്ന് എല്ലാ കുട്ടികൾക്കും ബാബ ഈ ഒരു വിശേഷ ദിവസത്തിൽ ഈ ഒരു കാര്യം കുട്ടികളോട് പറയുവാൻ ആഗ്രഹിക്കുന്നു.
ഇപ്പോൾ കുട്ടികൾ തൻ്റെ വീട്ടിലേക്ക് പോകുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തേണ്ടതുണ്ട്. അതിനുവേണ്ടി എല്ലായ്പ്പോഴും എവർ റെഡിയായി ഇരിക്കണം. തൻ്റെ പുരുഷാർത്ഥത്തിൽ തന്നെ മുഴുകിയിരിക്കണം. ബാബ ഇപ്രകാരം കേൾപ്പിക്കുകയായിരുന്നു. കേൾപ്പിക്കുന്നതിനോടൊപ്പം ബാബയുടെ സ്വരൂപം അവ്യക്ത അന്തർമുഖിയായി മാറുന്നുണ്ടായിരുന്നു. പിന്നെ ബാബ എല്ലാവർക്കും വളരെയധികം സ്നേഹം നിറഞ്ഞ സ്നേഹസ്മരണകൾ നൽകി. ബാബയുടെ സ്നേഹസ്മരണകൾ സ്വീകരിച്ചുകൊണ്ട് താഴെ എത്തിച്ചേർന്നു. ഓം ശാന്തി.